അടുത്തതായിട്ട് വേണ്ടത് നമുക്ക് എടുക്കേണ്ട ബ്രഷാണ്. നമ്മൾ റൗണ്ട് ബ്രഷ് ഉപയോഗിച്ചാണ് ബ്രഷ് സ്ട്രോക്സ് ചെയ്യാൻ പോകുന്നത്. റൗണ്ട് ബ്രഷ് എടുക്കുക. ഇതിൽ ആവശ്യമായ വെള്ളം ഒരു ബോട്ടിലിൽ അത്യാവശ്യം പച്ചവെള്ളം എടുത്ത് വയ്ക്കുക. നമ്മൾ ചെയ്യാൻ പോകുന്ന പെയിന്റ് എന്ന് പറയുന്നത് വാട്ടർ ബേസ്ഡ് കളേഴ്സാണ്. അതുകൊണ്ട് ഈ പെയിന്റ് കഴുകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെള്ളം ഉപയോഗിക്കുന്നത്. കൂടാതെ ഈ പെയിന്റിൽ നമുക്ക് അത്യാവശ്യം വെള്ളം മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതുമാണ്. കാരണം ഇത് വാട്ടർ ബേസ്ഡ് കളേഴ്സ് ആയതുകൊണ്ട്. നമ്മൾ സ്ട്രെച്ച് ചെയ്ത ഫ്രെയിമിന് ശേഷം അടുത്തത് നമുക്ക് ഉപയോഗിക്കുന്ന കളേഴ്സാണ്. നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണ തുണിയായതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ക്ലാസിക് കളേഴ്സാണ്. നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തതിന് ശേഷം അത്യാവശ്യം ബ്രഷിന്റെ ഹെയറിൽ കളറെടുത്ത് പാലറ്റിൽ വയ്ക്കുക. പാലറ്റ് എന്ന് പറയുന്നത് പെയിന്റ് മിക്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പാത്രത്തിനാണ് നമ്മൾ പാലറ്റ് എന്ന് പറയുന്നത്. അത്യാവശ്യം വേണ്ട പെയിന്റ് പാലറ്റിൽ എടുത്ത് വയ്ക്കുക. പെയിന്റ് എടുക്കുന്ന സമയത്ത് ബ്രഷിലെ ഹെയറിൽ മാത്രം കളർ എടുക്കുക. ബ്രഷിന്റെ ഹെയറിൽ കളർ എടുത്തു. അത്യാവശ്യം അതിനകത്ത് വേണ്ടുന്ന ഒരു ഡ്രോപ്പ് വെള്ളവുമായിട്ട് അതിനെ മിക്സ് ചെയ്തു. അതിനുശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. 1 എന്നതിൽ തുടങ്ങാം. നമ്മൾ ബ്രഷിന്റെ ഹെയറിൽ കളർ എടുത്തു. 1 എന്ന് പ്രസ് ചെയ്തു. അത് അടുത്തടുത്ത് വരയ്ക്കേണ്ട കാര്യമില്ല. വളരെ എളുപ്പത്തിൽ ആ ഹെയർ മാത്രം അതിൽ പ്രസ് ചെയ്തു. നമ്മൾ ആദ്യത്തെ നിറം നന്നായിട്ട് വാഷ് ചെയ്ത് കഴുകി കളഞ്ഞതിന് ശേഷം ഇത് ബ്രഷ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോട്ടൺ വേസ്റ്റ് ഉപയോഗിക്കാം. കളർ എടുത്ത് കഴിഞ്ഞാൽ ആ കളർ കഴുകി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ അടുത്ത നിറം ഉപയോഗിക്കാൻ പാടുള്ളൂ. അടുത്ത നിറം എടുക്കുക. അടുത്ത നിറം എടുത്ത് പാലറ്റിൽ വെച്ചതിന് ശേഷം ഇങ്ങനെ മെല്ലെ തിരിച്ച് കളർ വയ്ക്കുക. ഒരൽപ്പം വെള്ളവുമായിട്ട് അതിനെ ലയിപ്പിക്കുക. ലയിപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ തണ്ട് കണക്ട് ചെയ്യുക. വളരെ എളുപ്പത്തിൽ നമ്മൾ 1 എന്ന് തുടങ്ങി നമ്മൾ ഇതൊരു പൂവായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്. ഇത് ബ്രഷ് സ്ട്രോക്സ് ചെയ്യുന്ന ആളും ബ്രഷും കളറും ഈ ക്ലോത്തുമായിട്ട് ഒരു ബന്ധം വരുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് ഭംഗിയാവാൻ വേണ്ടിയിട്ടല്ല. നമ്മൾ ഇതിനൊന്ന് കളറും നമ്മളുമായിട്ടൊരു ബന്ധം വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബ്രഷ് സ്ട്രോക്സ് ചെയ്യുന്നത്.